ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ട് വ്യൂ പ്ലേസ് ചെയ്യാൻ നോക്കി, പ്രൊജക്ഷൻസ് പ്ലേസ് ചെയ്യാൻ നോക്കി, ഐസോമെട്രിക് നോക്കി, ഓക്സിലറി വ്യൂസ് നോക്കി. ഇനി അടുത്ത് വരുന്നത് നമുക്ക് ഇവിടെ കുറച്ച് സെക്ഷൻ കട്ടുകൾ നോക്കാവുന്നുണ്ട്. ഓക്കെ. സെക്ഷൻ കട്ട് ചെയ്യാനുള്ളതാണ്. നമുക്കിവിടെ 4 ടൂളാണ് വരുന്നത്. ഒന്ന് ഓഫ്സെറ്റ് സെക്ഷൻ വ്യൂ, പിന്നെ ഒന്ന് അലൈൻഡ് സെക്ഷൻ വ്യൂ. ഈ ഓഫ്സെറ്റ് സെക്ഷൻ വ്യൂ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ ആ ഒരു വ്യൂവിനെ ഡബിൾ ക്ലിക്ക് ചെയ്തത് ആക്റ്റീവ് ആക്കി, എന്നിട്ട് ഇവിടെ സെക്ഷൻ ഓഫ്സെറ്റ് സെക്ഷൻ വ്യൂവിനകത്ത് പോയി കഴിഞ്ഞിട്ട് എനിക്കിതിവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്ലെയിൻ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്യാൻ പറ്റും. അതൊരു സെക്ഷൻ ലൈൻ ആക്കി എടുത്ത് കട്ട് ചെയ്യും. ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് വരച്ചു. ഓഫ്സെറ്റ് സെക്ഷൻ കട്ടെടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ എടുത്ത് വരച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വ്യൂ. ഓക്കെ, അതാണ് ഓഫ്സെറ്റ് സെക്ഷൻ വ്യൂ. ഇനി തന്നെ അലൈൻഡ് സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അലൈൻഡ് സെക്ഷൻ വ്യൂ എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, എനിക്ക് ഒരു പ്ലെയിൻ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സെക്ഷൻ കട്ട് കൊണ്ട് തന്നെ എനിക്ക് 2-3 ഡീറ്റെയിൽസ് കാണിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ഡീറ്റെയിലേ കാണിക്കുന്നുള്ളൂ. ഞാനിപ്പം അലൈൻഡ് സെക്ഷൻ കട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ടൈലിനെ മാറ്റിയിട്ട് ഈ ഒരു വ്യൂ ടൈലിനെ ഞാനിപ്പോൾ ഒരു ആക്റ്റീവ് ആക്കി കേട്ടോ. ആ ഒരു റെഡ് കളറുള്ളത് ആക്റ്റീവ് ആണെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ വ്യൂ പഠിക്കും. അതൊക്കെ എടുക്കാൻ നേരത്തും കറന്റ്ലി ആക്റ്റീവ് ആയിരിക്കുന്ന വ്യൂ ബ്ലോക്ക് ഏതാണോ അതിലേക്കാണ് നമുക്ക് വരുള്ളൂ. ഇപ്പൊ അലൈൻഡ് സെക്ഷൻ വ്യൂ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാന്നിരിക്കട്ടെ. ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചത്, ഇങ്ങനെ ഒരു പ്ലെയിൻ കട്ട് ചെയ്ത് ഇവിടുന്ന് രണ്ടിടത്ത് നോക്കുന്ന ഒരു എഫക്റ്റിലാണ്. ആ ഒരു സെക്ഷൻ കട്ടിൽ തന്നെ നമുക്ക് 3 വരും. പൊതുവെ അങ്ങനെ അധികം ഇത് ഉപയോഗിക്കാറില്ല. സപ്പോസ് ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അലൈൻഡ് സെക്ഷൻ കട്ട് എന്ന് പറയുന്നതുള്ളത്. ഞാനിപ്പം ഇതിൻ്റെ ഡ്രാഫ്റ്റിങ്ങിനകത്ത് പോയിട്ട് നമുക്കൊരു പാർട്ടിനകത്ത് പോയി ഞാൻ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ഡ്രാഫ്റ്റിങ്ങിലും കൂടെ റിഫ്ലക്ട് ചെയ്യുകയെ കാണിച്ചു തരാം. അലൈൻഡ് സെക്ഷൻ കട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. എങ്ങനെയാണെന്ന് കാണിക്കാൻ ഇതിലേക്കാണ് വരുന്നത് കേട്ടോ. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് അപ്ഡേറ്റ് കൊടുത്തതിന് ആ ചേഞ്ച് വന്നോളൂ. അലൈൻഡ് സെക്ഷൻ കട്ട് ഇവിടെ വരച്ചു. ആക്റ്റീവായിട്ടുള്ള വ്യൂ ഇതാ. അതിനെ മാറ്റിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ ആക്റ്റീവ് ആക്കി. ഇങ്ങനെ വരയ്ക്കുമ്പം എനിക്ക് എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ കിട്ടും. ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടും, ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടും, ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ അലൈൻഡ് സെക്ഷൻ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഓഫ്സെറ്റ് സെക്ഷൻ കട്ടുണ്ട്. ഇവിടെ ഓഫ്സെറ്റ് സെക്ഷൻ വ്യൂ ഉണ്ട്, ഇവിടെ ഓഫ്സെറ്റ് സെക്ഷൻ കട്ടുണ്ട്, അതുപോലെ തന്നെ അലൈൻഡ് സെക്ഷൻ കട്ടും ഉണ്ട്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറയാം. ഞാൻ ഇതേ പ്ലെയിനിൽ കൂടെ തന്നെ ഞാനിപ്പം ഈ സെക്ഷൻ എ വരച്ചേക്കുന്ന അതേ പ്ലെയിനിൽ കൂടെ തന്നെ വേറൊരു കട്ടിട വന്നിരിക്കട്ടെ.
വേറെ കാര്യം ഇവിടെ വന്നിരിക്കട്ടെ. ഇവിടെ സെക്ഷൻ ലൈൻ ഇവിടം വരെ ഉള്ളൂ. അത് ഞാൻ ഡ്രാഗ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ ലൈൻ വരും. അതിന് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചു വരും. ഇവിടെ നമുക്ക് ചെയ്യുന്നത് സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഡോട്ടർ ലൈൻ കൂടെ കാണിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് എന്തൊക്കെയാണോ ഉള്ളത് അത് മൊത്തം കാണിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിന് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അതായത് സെക്ഷൻ സി സി എന്ന് പറയുന്ന ആ ഒരു പ്ലെയിൻ പോകുന്ന റീജിയൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതേ ഫിഗറിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തുക. കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാം. ഇതിന് ഒരു 4 ചെറിയ കാല് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം നിൽക്കട്ടെ. ഇനി ഞാനിവിടെ ഡ്രോയിങ്ങിനകത്ത് പോയി അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ കണ്ടോ, രണ്ടും സെയിം കട്ടിംഗ് പ്ലെയിനാണ്. ഇവിടെ സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ സെക്ഷൻ കട്ട് ആണ്, സെക്ഷൻ ഓഫ്സെറ്റ് സെക്ഷൻ വ്യൂ ആണ്. സി സി എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് സെക്ഷൻ കട്ടാണ്. സി സിക്ക് അകത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് എവിടെയാണോ ആ ഒരു പ്ലെയിൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കില്ല. ഈ ഒരു കാലിൽ കാണാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഡോട്ടർ ലൈൻസ് കാണിക്കാത്തത്. സെക്ഷൻ വ്യൂവിനകത്ത് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് കൂടെ കാണിക്കും. അതാണ് ഇവിടെ ഈ ഇത് കാണിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ സമയത്ത് ചോദിച്ചാൽ മതി. നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ടൈമിൽ ഓഫ്ലൈൻ ലൈവായിട്ടുള്ള ടൈമിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ടൂളാണ് ഡീറ്റെയിൽ വ്യൂ. ഈ ഡീറ്റെയിൽ വ്യൂവിനകത്ത് നമുക്കൊരു ഡീറ്റെയിൽ വ്യൂ ഉണ്ട്, ഒരു ക്വിക്ക് ഡീറ്റെയിൽ വ്യൂ ഉണ്ട്. അതിന് രണ്ട് ഡിഫറൻസ് പറഞ്ഞുതരാം. ഇപ്പം ഡീറ്റെയിൽ വ്യൂവിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വ്യൂവിനെ കറണ്ട് വ്യൂവിനെ ആക്റ്റീവ് ആക്കി. എന്നിട്ട് ഡീറ്റെയിൽ വ്യൂവിനകത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ഒരു സെൻറ്റർ പോയിന്റും ഒരു സർക്കിളും ചോദിക്കും. ഞാനിപ്പം ഡീറ്റെയിൽ വ്യൂ എടുക്കുന്നത് ഈ നടുക്കുള്ള റീജിയൻ അല്ല, ഒരു എൻഡിലേക്കുള്ള റീജിയനായിട്ടാണ് എടുക്കുന്നത്. സർക്കിള് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ വരച്ചു. ഓക്കെ, ഞാൻ അതിനെ എടുത്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചു. ഇതാണ് ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ക്വിക്ക് ഡീറ്റെയിൽ വ്യൂ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ക്വിക്ക് ഡീറ്റെയിൽ വ്യൂവിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന രീതിയിലല്ല ക്വിക്ക് ഡീറ്റെയിൽ വ്യൂ. അവിടെ നമുക്ക് പെട്ടെന്നൊന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു അർത്ഥത്തിലാണ് ക്വിക്ക് ഡീറ്റെയിൽ വ്യൂ കൊടുക്കുന്നത്. രണ്ടിലും സെയിം ആയിട്ട് തന്നെ ഇരിക്കും, ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സ്റ്റാൻഡേർഡ്സ് അത് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഡീറ്റെയിൽ വ്യൂ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വന്ന ഇമേജിൽ ഡിഫറൻസ് കാണാവുന്നത് എനിക്ക് ഇവിടെ ഒരു ചുറ്റും ഒരു സർക്കിളൊക്കെ കാണിക്കുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. കാരണം ഇതാണ് സ്റ്റാൻഡേർഡ്.
ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയൊക്കെ രീതിയിലാണ്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയൊക്കെ രീതിയിലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുകൊണ്ട് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ വ്യൂ. ഡീറ്റെയിൽ വ്യൂവിൽ ചെയ്യുന്നതാണെന്നറിയാലോ, ഒരു ചെറിയൊരു പോർഷൻ്റെ വിസിബിൾ അല്ലാത്തൊരു പോർഷനെ കുറച്ചും കൂടെ എൻലാർജ് ചെയ്ത് കാണിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ക്വിക്ക് ഡീറ്റെയിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ടൂളും. ഡീറ്റെയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാത്ത ഒരു രീതിയിലുള്ളതാണെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞത് ഡീറ്റെയിൽ വ്യൂ ആണ്. ഇനി ഡീറ്റെയിൽ വ്യൂ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ടൂൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സർക്കിൾ അല്ലാതെ നമുക്ക് റീജിയൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു റീജിയൻ്റെ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇവിടെ നോക്കി ഈ ഒരു കോർണർ പോയിന്റ്, കോർണർ ഉദ്ദേശിച്ചത് ആ ഒരു എഡ്ജ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നതൊക്കെ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഒരു ഔട്ടർ ഉണ്ടാവും ഇവിടെ. ഈ ഔട്ടർ ഈ ഒരു ലൈൻസും കൂടെ കാണിച്ചു തരും. ശരിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കാണിക്കേണ്ടത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കാണിക്കേണ്ടത് ഇങ്ങനെയാണ്. അതാണ് ഡീറ്റെയിൽ വ്യൂ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നൊരു ഐറ്റം ഉണ്ട് ക്ലിപ്പിങ്സ് എന്ന് പറയുന്നത്. ക്ലിപ്പിങ്ങിനകത്ത് ക്ലിപ്പിങ്ങും ഉണ്ട്, ക്വിക്ക് ക്ലിപ്പിങ്ങും ഉണ്ട്, ക്ലിപ്പ് വ്യൂ ഉണ്ട്, ക്ലിപ്പ് പ്രൊഫൈലും ഉണ്ട്, ക്വിക്ക് ക്ലിപ്പും ഉണ്ട്, ക്വിക്ക് ക്ലിപ്പ് പ്രൊഫൈലും ഉണ്ട്. ക്ലിപ്പിങ്ങിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കിപ്പം ഇതിനെ ഡബിൾ ക്ലിക്ക് ആക്കി ആക്റ്റീവ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. എനിക്ക് ഒരു ഡ്രോയിങ്ങിൻ്റെ അകത്തെ എല്ലാ പോർഷനൊന്നും കാണിക്കണ്ട, എനിക്ക് ഈ ഒരു പോർഷൻ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ നമ്മളവിടെ ക്ലിപ്പിംഗ് വ്യൂ എടുക്കും. ഇത് സർക്കുലർ പ്രൊഫൈൽ വെച്ചിട്ടുള്ള ക്ലിപ്പിംഗ് വ്യൂ. ഇനി സർക്കുലർ അല്ലാതെ എനിക്ക് ഒരു പോളിലൈൻ വെച്ച് വരയ്ക്കണമെങ്കിൽ ക്ലിപ്പിംഗ് വ്യൂ പ്രൊഫൈൽ എടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ലെങ്കിൽ, ഡ്രോയിങ്സ് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം കൂടെ ഒരു എപ്പോഴും ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, നോക്കുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, എന്ത് റീജിയൻ്റെ ആണെന്നൊക്കെ ഉള്ളത്. പിന്നെ റൈറ്റ് വ്യൂവിൻ്റെ അടുത്തൊരു കട്ട് ചെയ്തേക്കുന്നത്. ഇതൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് ഷീറ്റിൽ അധികം സ്പേസ് ഒന്നും ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് ഇത് പൊതുവെ ഉപയോഗിക്കാറുള്ളത്, ഈ ഒരു ക്ലിപ്പിംഗ് വ്യൂ ഒക്കെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രൊജക്ഷൻ വ്യൂ, സെക്ഷൻ വ്യൂ, ഡീറ്റെയിൽ വ്യൂ, ക്ലിപ്പിംഗ് വ്യൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡയമെൻഷൻസിലേക്ക് കയറാം. ഓക്കെ.